സ്നേഹം കാണുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും, എന്തുകൊണ്ടാണ് കേരളത്തിനോട് ഇപ്പൊ ഇത്രയും സ്നേഹം? കാരണം ഒന്നേ ഉള്ളൂ, തോറിയം. ഇന്ന് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ലോകമെങ്ങും യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ യുറേനിയം വെച്ചിട്ടാണ്. പക്ഷെ അത് റീപ്ലേസ് ചെയ്തുകൊണ്ട് തോറിയം വരുവാണ്. തോറിയം ബേസ്ഡ് റിയാക്ടേഴ്സ് വരുമ്പോൾ കൂടുതൽ തോറിയം ആവശ്യം വരും. തോറിയം ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? കേരളത്തിന്റെ കടൽ തീരത്താണ്, അല്ലെങ്കിൽ നമ്മളുടെ കോസ്റ്റൽ ഏരിയയിലാണ്. ഈ തോറിയം കിട്ടണമെങ്കിൽ കുഴിച്ചേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ചെന്ന് കുഴിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ മടൽ വെട്ടി അടിക്കും. അപ്പോൾ എന്ത് വേണം? അവർക്ക് ഇവിടെ ഭരണം വേണം. ഇവിടെ ഭരണം വേണമെങ്കിൽ ഇവിടുത്തെ ലോക്കൽ ഇലക്ഷനുകളിൽ അവർ ജയിക്കണം. അവർ ജയിച്ചാൽ മാത്രം പോരാ, അവർക്ക് നിയമസഭയിലും കൂടി വേണം. ഇത്രയും വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയെ കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് കമ്പനി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സെന്റിമെന്റ്സോ വാല്യൂസോ ഒന്നുമില്ല, പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. പകരം തോറിയം വേണ്ടേ? തോറിയം വേണം. തോറിയം ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റണം, ഉപയോഗിക്കാൻ പറ്റണം. പക്ഷെ അത് ചെയ്യുന്നത് വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോസസ്സിൽ കൂടി ആയിരിക്കണം. കേരളത്തിൽ നിന്ന് തോറിയം കുഴിക്കേണ്ടത് അല്ലെങ്കിൽ എടുക്കേണ്ടത് കേരളത്തിലെ തന്നെ കമ്പനി ആയിരിക്കണം, അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ പൈസ നമ്മളുടെ ഖജനാവിലേക്കും അതുപോലെ തന്നെ കേരളത്തിലെ ആളുകൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം നേരെ ഗുജറാത്ത് തീരത്ത് പോയി ഇരിക്കും. സസ്റ്റൈനബിൾ വേയിലിട്ടുള്ള മൈനിങ്ങിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. തോറിയം ആവശ്യമാണെങ്കിൽ കുഴിച്ചെടുക്കാം, പക്ഷേ അതൊന്നും അവിടുത്തെ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്നതാവരുത്. 1. 2, ഈ വരുന്ന ഇലക്ഷന് നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടും അത് താമരക്കോ അല്ലെങ്കിൽ NDA-ക്കോ കൊണ്ടേ കുത്തിക്കഴിഞ്ഞാൽ ഈ പടിയിലേക്കുള്ള ഏറ്റവും വലിയ ഫസ്റ്റ് സ്റ്റെപ്പാണെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു. കേരളത്തിൽ ഇത്രയും പൈസ ഒഴുക്കി കത്തോലിക്ക സഭയടക്കം കൂടെ നിർത്തുന്നത് ഈ തീരദേശ മേഖലയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള കത്തോലിക്ക സഭയെ വരെ കൂടെ നിർത്തി ഈ കാര്യങ്ങൾ നടത്തിയെടുക്കാനാണ്. പക്ഷെ ജനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾക്ക് നല്ല ഒരു മുട്ടൻ പണിയാണ് വരുന്നത്. കിടക്കുന്ന കിടപ്പാടമോ അല്ലെങ്കിൽ